പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരളത്തിൽ വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടന്നിരിക്കുകയാണ്. കൃത്യമായ ഒരു കൊലപാതകം. ആ കൊലപാതകം സംഘടിപ്പിച്ചതാവട്ടെ ഈ ജില്ലയിലെ വിദ്യാർത്ഥി സമര സംഘടനാ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന SFI ഒരുപാട് തവണയായി കടന്നു വരേണ്ടി വന്ന തിരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാവാത്ത ഒരു മാനേജ്മെന്റും ഒരു സ്ഥാപനവും വെച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാപനമല്ല, മറിച്ചൊരു ഫാം ഹൗസ് ആക്കി, അറവുശാലയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തലക്കുപുറകിലായുള്ളത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആദ്യമായല്ല ഇങ്ങനെ ഒരു പരാതി. ഒട്ടനവധി തവണയായി ഈ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ഇവിടത്തേക്ക് മാർച്ച് ചെയ്യേണ്ടി വന്ന അനുഭവം കേരളത്തിലെ മനുഷ്യർക്കറിയാം. അപ്പോഴൊക്കെയും വിദ്യാർത്ഥികൾ പരാതിയുമായി വരുമ്പോൾ ആ പരാതിയെ ഒത്തുതീർപ്പാക്കി ഭീഷണിയുടെ പേരിൽ, അറ്റൻഡൻസിന്റെ പേരിൽ, നോട്ടീസ് ബോർഡിൽ പേരിട്ട് അവരെ കോർണർ ചെയ്യുന്ന വിധത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന, നാലാംകിട പ്രവർത്തനം നടത്തുന്ന അധ്യാപകർ എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം തേർഡ് റേറ്റ് ക്രിമിനൽസ് ആണ് ഇവിടെയുള്ള മണിഗോപുരങ്ങളിലെ മാനേജ്മെന്റും ഈ അധ്യാപകരും എന്ന് ഓർത്തോളണം. നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കും. നിങ്ങളെ അധ്യാപകരെന്നും വിളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അധ്യാപകരെന്ന പേരിന് അർഹരല്ല. അതുമാത്രമല്ല, ഒരു കാര്യം ഞങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, ഈ ഗേറ്റിൽ ഇവിടെ വച്ച് നിർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിന്റെ ഉള്ളിൽ കയറി അടിച്ചു പൊളിച്ച് നാമാവിശേഷമാക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഈ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ ലോൺ എടുത്തും സാധാരണക്കാരനെ കൊണ്ട പണവും, ആ നികുതി പണവും സാധാരണക്കാരന്റെ പണമാണ് ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. അവനെ പിഴിഞ്ഞുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, നിതിൻ രാജിന്റെ വീട്ടിലേക്ക് ഈ മാനേജ്മെന്റിന്റെ ഭാഗമായി ഒരു കുഞ്ഞ് കടന്നു വന്നില്ല, ഒരധ്യാപകൻ കടന്നു വന്നില്ല. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് തിരുവനന്തപുരത്ത് അരുവിക്കരയിലെ ഒരു കൊച്ചു വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയെ തിരികെ ശവശരീരമായി പറഞ്ഞയക്കുമ്പോൾ എന്ത് മനുഷ്യത്വമാണ് നിങ്ങളുടെ കൈമുതലായിട്ടുള്ളത്? എന്ത് മനുഷ്യനാണ് നിങ്ങൾ? അധ്യാപകർ പോകട്ടെ, മനുഷ്യനാണോ ഇവിടെ ഇരിക്കുന്നവർ? ഇത്തരത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഇവരാണോ കേരളത്തിലെ വിദ്യാർത്ഥികളെ നയിക്കേണ്ടത്? ഞങ്ങൾ SFI ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പ്രാബല്യത്തിൽ വരുത്തണം. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ അവകാശങ്ങൾ ഉണ്ടാകണം. ക്യാമ്പസിൽ ജനാധിപത്യം ഉണ്ടാകണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സർവകലാശാലയും കോളേജും വിദ്യാഭ്യാസ സ്ഥാപനവും. അല്ലാതെ ഇമാതിരി തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കേണ്ട മെറ്റീരിയൽസ് അല്ല ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെന്ന് ഓർത്താൽ നല്ലതാണ്. ഞങ്ങളത് പഠിപ്പിക്കും. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഈ കേരളത്തിൽ ഒരു നിതിൻ രാജ് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. നെഹ്റു കോളേജിൽ വെച്ച് ജിഷ്ണു പ്രണോയ് കൊല ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു കേരളത്തിലെ പൊതുസമൂഹത്തോട് എന്താണ് വിഷയമെന്ന്, എന്താണ് പ്രശ്നമെന്ന്. ആ വിഷയത്തെയും പ്രശ്നത്തെയും അതിനപ്പുറത്തേക്ക് ആ വൈകാരികമായ ഇടങ്ങളിലേക്കും ഞങ്ങൾ കടന്നു ചെന്നു. കേരളത്തിലെ മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കോടതി വിധിയുടെ പ്രാബല്യത്തിൽ, ചില PTA പ്രാബല്യത്തിൽ, ചില അധ്യാപക സംഘടനകളുടെ പ്രാബല്യത്തിൽ, വലതന്മാരുടെ പ്രാബല്യത്തിൽ ആന്റണി സർക്കാർ തുറന്നുവിട്ട സ്വയംഭരണ കോളേജുകൾക്കെതിരെ ഇന്ന് ചിലർ വന്ന് ഇവിടെ സമരം നടത്തുന്നത് കണ്ടോ? ആ സമരപ്പേക്കൂത്തുകാരോട് പറയാനുള്ളത്, തിരികെ പോകണം രജനി എസ് ആനന്ദിന്റെ കാലത്തേക്ക്. ആരായിരുന്നു രജനി എസ് ആനന്ദിനെ കൊലപ്പെടുത്തുന്നതിന് കാരണമായ ഭരണകൂടം? ഈ കേരളത്തിലെ UDF ആയിരുന്നില്ലേ? ഈ കേരളത്തിലെ വലതുപക്ഷമായിരുന്നില്ലേ? സ്വയംഭരണ കോളേജുകളെ തുറന്നുവിട്ട് കേരളത്തിന്റെ വിദ്യാർത്ഥി സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയ വലതുപക്ഷത്തിന്റെ കൂട്ടാളികൾ ഇവിടെ മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോരാട്ട നാടകമാണ്. അവർക്കെതിരെയും വിദ്യാർത്ഥികൾ അണിനിരക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്, നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ കൊലപാതകം ഒരു ഘട്ടത്തിലും നീതീകരിക്കാൻ കഴിയാത്തതാണ്. ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്. സസ്പെൻഷൻ എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമത്തിൽ ഒതുക്കരുത്. റാം എന്ന പേരിൽ ഇവിടെ ഒളിഞ്ഞുകൂടിയിരിക്കുന്ന സവർണ ബോധത്തിന്റെയും സംഘപരിവാർ ബോധത്തിന്റെയും ആൽരൂപമായിട്ടുള്ള ഒരു HOD, ആ HODയെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് SFIക്ക് പറയാനുള്ളത്. പുറത്താക്കി ആ ലെറ്റർ പാഡിൽ ഒപ്പിട്ട് പുറത്തിറങ്ങണം. എന്തൊക്കെ പറഞ്ഞാലും
എന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ആരോപിച്ചാലും, എന്തൊക്കെ പ്രോസിക്യൂഷന്റെ ഭാഗമായി നിങ്ങൾ നീതീകരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ, ഒരു മനുഷ്യന്റെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് അവനെ വേട്ടയാടാൻ നിങ്ങൾക്കൊരിക്കലും അവകാശമില്ല. അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ജീവനോടുള്ള കാലം വരെയും SFI മണ്ണിലുള്ള കാലം വരെയും അവന് വേണ്ടി, അതുപോലെ കൂടിയിരിക്കുന്ന ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകുമെന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഞങ്ങൾ ഇന്ന് വന്ന് നാളെ പോകാൻ ഉദ്ദേശിക്കുന്നവരല്ല. ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഇവിടെ മാർച്ച് നടത്തി. വിഷയം റാഗിംഗ് ആയിരുന്നു. ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ മാനേജ്മെന്റ് ഇടപെട്ട് ആ കേസങ്ങ് ഇല്ലാതാക്കി. അങ്ങനെ ഇനിയും ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാമെന്ന് കരുതരുത്. ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പസിൽ നാളെ തൊട്ട് SFIയുടെ പ്രവർത്തനം ഈ മണ്ണിൽ ആവർത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ ആവർത്തിക്കുക ചെയ്യും. ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചാൽ, കൊടുങ്കാറ്റ് കൂടുവെച്ച കലാലയങ്ങൾ സൃഷ്ടിച്ച കേരളത്തിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഒരു ബാലികേറാ മലയിലെന്ന് ഇപ്പൊ പറഞ്ഞേക്കാം. അതുകൊണ്ട് നിതിൻരാജിന് നീതി ലഭിക്കണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും. രോഹിത് ആക്ട് നടപ്പിലാക്കാൻ സമ്മതിക്കാതെ ഇന്ത്യയിലെ സർവകലാശാലകളെ SC ST OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി രോഹിത് വെമുലയുടെ അമ്മ നടത്തിയ പോരാട്ടത്തിന്റെ തുടർച്ചയിൽ രാജ്യത്തെ സുപ്രീം കോടതി ഉണ്ടാക്കിയെടുത്തൊരു നിയമത്തെ ആഴ്ചകൾക്കുള്ളിൽ ഇല്ലാതാക്കിയ സംഘപരിവാറും ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ സ്വകാര്യ മേഖലക്ക് കച്ചവടത്തിന് വെച്ച വലതുപക്ഷവും കോൺഗ്രസും ഈ UDF-ഉം ഒക്കെയും ഈ മരണങ്ങൾക്കൊക്കെയും കാരണമാണ്. അത് സ്വാഭാവികമായും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം റാമുമാരെ ഉണ്ടാക്കിയത് ഇതുപോലുള്ള വലതന്മാരുടെ രാഷ്ട്രീയമാണെന്നും വർഗീയവാദികളുടെ രാഷ്ട്രീയമാണെന്നും ഇതിനെതിരെ ചോദ്യം ചെയ്യുന്ന ശക്തിയായി ഞങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും ആവർത്തിച്ചു പറയുന്നു. ഇയാളെ പുറത്താക്കിയേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് പോകണം. ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കില്ല. എവിടെ വരെ എത്തണോ അവിടെ വരെ എത്തിയായിരിക്കും ഈ മാർച്ച് അവസാനിപ്പിക്കുക എന്ന് ഓർത്തേണം. അതുകൊണ്ട് റാം എന്ന അധ്യാപകനെയും അതിന് കാരണക്കാരായ അധ്യാപകരെയും പുറത്താക്കണം. ഇവിടെ ഈ വിദ്യാർത്ഥിയുടെ ശവശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചത് 5 മിനിറ്റാണ് എന്നാണ് കേട്ടത്. 5 മിനിറ്റിനുള്ളിൽ ഈ ശവശരീരത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കാനുള്ള തിടുക്കം ആർക്കായിരുന്നു ആ തിടുക്കം എന്നത് ഞങ്ങൾക്കറിയണം. ആർക്കായിരുന്നു ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാവിനോട് നേരെ വിളിച്ച് നിങ്ങളുടെ മകൻ മരിച്ചോ, രോഗം വന്നല്ല, പനി പിടിച്ചല്ല, ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചതാണ്, എന്താണ് സംഭവിച്ചതെന്ന് ദുരൂഹതയാണ്. അതൊക്കെയും നിലനിൽക്കുന്ന ഒരു സംഭവത്തെ തുടർന്ന് ഈ മാതാപിതാക്കളെ വിളിച്ച് ഇത്ര നിഷ്ഠൂരമായി ഇടപെടുന്ന ഈ മാനേജ്മെന്റിനെ ഇനിയും വെച്ചു ഉറപ്പിക്കണോ എന്ന് ആലോചിക്കണം. ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി എല്ലാ നടപടികളും ഉണ്ടാകണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. തുടർ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ SFI ഈ വിഷയം സജീവപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും, ഇത് ആദ്യത്തെ ഒരു ക്യാമ്പസ് മാത്രമല്ല, കേരളത്തിലെ ഒട്ടനവധി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഇത് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ, എഞ്ചിനീയറിംഗ് സ്വാശ്രയ കോളേജുകളിൽ ഇതൊക്കെയും അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിച്ചു പിടിച്ച് കൂടുതൽ ശക്തിയുക്തം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുടെ ബോധ്യം അവരിലേക്ക് എത്തിക്കുമെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം SFI ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, ഈ സമരം ഐതിഹാസികപരമായി ഈ സമരം നമുക്കൊരു തുടക്കമാക്കി മാറ്റണം. ഈ മനുഷ്യന്റെ രക്തസാക്ഷിത്വം മരണം ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി, അവന്റെ സംരക്ഷണത്തിന് വേണ്ടി, അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൻ നടത്തിയിട്ടുള്ള ത്യാഗങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ ഈ വലതന്മാരുടെ ഈ തെറ്റായ കിരാതഭരണം കാഴ്ചവെക്കുന്ന ഈ മാനേജ്മെന്റിനെതിരെയുള്ള ശക്തമായ സമരം തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.